പേര് ആകാശ് എന്നാണ്. ഞാൻ ക്ലോസപ്പ് മാജിക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഡെയിലി ഒബ്ജക്ട്സ്, നമ്മുടെ കോയിൻസ്, കാർഡ്സ്, അതൊക്കെ പോലത്തെ സാധനങ്ങളാണ്. അപ്പം എല്ലാവർക്കും എല്ലാം റിലേറ്റബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പം നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നുമ്പോൾ ആരെങ്കിലുമൊക്കെ മാജിക് ആണെന്ന് ചോദിക്കും. അപ്പോൾ ചുരുക്കം പറയും ചില്ലറൊക്കെ ഇട്ട് നടക്കല്ലോ, ഇത് കടന്ന് കിളിങ്ങുമല്ലോ. അപ്പം ഈ നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോണൊക്കെ നമ്മൾ ചെറുതാക്കി വെക്കുക. അതാകുമ്പോൾ നമുക്കും കുറച്ച് ആക്സസിബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇരിക്കുന്ന കുട്ടി ഫോൺ കാണാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ഈ ഫോണിൽ രണ്ടെണ്ണം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും. സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കോൾ വിളിച്ച ശേഷം തിരിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ അത് എങ്ങനെയായിരിക്കും പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇരിക്കുന്ന കോയിൻ എല്ലാവർക്കും പരിചയമുള്ള കോയിനാണ്. കുറച്ചൊന്ന് വലിപ്പമുണ്ട്. ഗോപി ഒന്ന് സ്റ്റേജിലോട്ട് വരാമോ? ഈ കോയിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? മീൻസ് ലൈക്ക് നമ്മുടെ നാട്ടിലത്തെ കാട്ടും കുറച്ച് വലിപ്പമുള്ള ഒരു കോയിനാണ്. കുറച്ച് വലിപ്പമുള്ള കോയിനാണ്. കോയിൻ കൈയിരിക്കുന്ന കാണാമല്ലോ. നമ്മൾ ഈ കോയിൻ കൈക്കകത്ത് പതുക്കെ ഇടും. വളരെ പതുക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് പുറത്തോട്ട് വരും. എനിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പതുക്കെ ചെയ്യാം. ഈ ഇരിക്കുന്ന കോയിൻ കറക്റ്റ് കൈക്കകത്ത് പോകുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ. മീൻസ് വളരെ പതുക്കെ ഇത് കൈക്കകത്ത് പോകും. നമ്മളിവിടുന്ന് പതുക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു നിമിഷം ഞാൻ നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ചുരുക്കം പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ മുകളിൽ നിന്ന് താഴെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് മീൻസ് ഗ്രാവിറ്റി. വളരെ റയർ കേസിൽ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടോ? സാരമില്ല, ഇങ്ങനെ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചുകൂടെ കോയിൻസിൻ്റെ അകത്ത് ഐഡിയ കാര്യം ഇത് കുറെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാമോ? ഈ ഇരിക്കുന്ന കോയിൻസും ചെക്ക് ചെയ്ത് നോക്കാം. ജാഫ്രിക്ക ഒന്ന് സ്റ്റേജിലോട്ട് വരാമോ? മോർഗൻ സിൽവേഴ്സ് എന്ന് പറയും. ഓൾമോസ്റ്റ് 80% സിൽവറും ബാക്കി 20% അലയുമാണ്. സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ ഉണ്ടാക്കിയ കഥയാണ്, കാര്യമാക്കണ്ട. കൈ ഇങ്ങനെ വയ്ക്കാമോ? മറ്റേ ബാക്കിയുള്ള കോയിൻസ് അതെ ഈ ഇരിക്കുന്ന കോയിൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? 2, 3. ഓക്കെ, എല്ലാ കോയിൻസും തിരിച്ചു തരാമോ? അപ്പൊ ചുരുക്കം പറഞ്ഞ് നമ്മൾ ഈ കാർഡ് ട്രിക്സ് ആണ് നമ്മൾ പൊതുവെ എല്ലാവരും കാണാൻ ചാൻസ് ഉള്ളത്. കാര്യം അതൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. പക്ഷെ കോയിന്റെ ഗതി അങ്ങനെയല്ല. എങ്ങോട്ട് മാറ്റിയാലും ശബ്ദം കേൾക്കാൻ പറ്റും. 4 കോയിന്റെ ശബ്ദം കേൾക്കാമല്ലോ. അപ്പം ഇവിടെ നിന്ന് ഒരു കോയിൻ നേരം പറഞ്ഞു വരും 1, 2 and 3. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്താൻ ഇങ്ങനെ പിടിച്ചെടുക്കും ഫസ്റ്റ് കോയിന്. ബാക്കി ഇവിടെ 3 കോയിൻ മാത്രമേ ഉള്ളൂ. നിൽക്കുക, നമുക്കൊരു കാര്യം നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കോയിൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. 3 കോയിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു കോയിൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ശബ്ദം കേൾക്കാമല്ലോ. അടുത്ത കോയിൻ ഇവിടെ വന്ന് വീഴുന്ന മൊമെന്റിൽ ശബ്ദം കേൾക്കും. 1, 2 and 3. സ്റ്റക്കായിട്ടോ ഒരു നിമിഷം. കറക്റ്റ് 2 കോയിൻ വരും. ഇവിടെ 2 കോയിൻ വരും. നമ്മൾ തുടങ്ങിയുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഇരിക്കുന്ന 2 കോയിൻ കാണില്ല. കാര്യം എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കുന്ന 2 കോയിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, ഇപ്പുറത്തും കേൾക്കാൻ പറ്റും. എന്നിട്ട് ഇത് എങ്ങനെ പോകുന്നതാണ് എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കോയിൻ വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അറിയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൂടെ നോക്കുന്നുണ്ടല്ലോ. കറക്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പിടിച്ചാൽ നമുക്ക് ഈ കറക്റ്റ് ഇരിക്കുന്ന 3 കോയിൻ കാണാൻ പറ്റുന്നുണ്ടോ? 3 കോയിൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ കൈ തുറക്കാവോ? ഞാൻ ഇരിക്കുന്ന 3 കോയിൻ വളരെ പതുക്കെ തരാം. ഫുൾ ടൈറ്റായിട്ട് പിടിച്ചു, മുറുക്കെ പിടിച്ചു. ഞാൻ കൈ എടുക്കട്ടെ. ഓക്കെ, ടൈറ്റായിട്ട് പിടിച്ചു. ഇതിങ്ങനെ തിരിച്ചു വെച്ചോളൂ. ഈ ഇരിക്കുന്ന നമ്മൾ ഈ 4ാമത്തെ കോയിൻ പതുക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ റബ്ബ് ചെയ്യും. കോയിൻ തട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയി ഓരോന്നിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ എത്രയുണ്ടെന്ന്? 1, 2, 3 and 4. 3 സ്റ്റിച്ചിന്റെ ഓട്ടം ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്തെന്നാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുതാക്കാം. നമുക്ക് വളരെ റയർ കേസിൽ നമുക്ക് ഇരിക്കുന്ന കോയിൻ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. റബ്ബറൊന്നുമല്ല, ചെക്ക് ചെയ്ത് എടുത്തോളൂ. അപ്പം വാമപ്പ് കഴിഞ്ഞ് നമുക്ക് ഇനി ശരിക്കും മാജിക്കിലോട്ട് കിടക്കാം. ജാഫ്രിക്ക വളരെ നന്ദിയോടെ താങ്ക് യു. സോ അപ്പൊ നമുക്കിനി കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ട് അങ്ങോട്ട് മാറാം. കാര്യം നമ്മളിപ്പോ കംപ്ലീറ്റ്ലി ഡാമേജ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇരിക്കുന്ന ഇവിടെ നമുക്ക് എത്ര കപ്പുണ്ട് ടേബിളിൽ? 7. ഗുഡ്. ആക്ച്വലി കൺഗ്രാറ്റ്സ് കേട്ടോ. തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആകെ 3 കപ്പുകൾ. വി ഹാവ് 1 there, we have 2 there and we have 3 there. എങ്ങനെ ചെയ്യുന്നതാണോ? ദേഷ്യം വരുന്നുണ്ടല്ലേ? ശരിക്കും ആക്ച്വലി ഒറ്റ പീസ് കപ്പാണ്. ഈ കപ്പിൻ്റെ അകത്ത് എല്ലാത്തിലും 2 റിംഗ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പക്ക ഇല്യൂഷൻ തോന്നുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ശരിക്കും ഇവിടെ 3 കപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ബോളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാമോ? ചെക്ക് ചെയ്ത് നോക്കൂ. ബോളിന്റെ കളർ ഗ്രീൻ. നോർമൽ ബോളല്ലേ? കടിച്ചു നോക്കാവോ? നോക്കിയോ? ചുമ്മാ പറഞ്ഞ ആവശ്യമുള്ള സാധനമില്ലേ? നമുക്കിവിടെ ആകെ ഉള്ളത് 3 കപ്പും ഒരു പച്ച ബോളുമാണ്. വാച്ച് ഇറ്റ് വെരി ക്ലോസ്.
എങ്ങനെ പോയി ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇത് പണ്ട് തൊട്ട് ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇത് പൈസ ഉണ്ടാക്കാണ്. കാര്യം ഇരിക്കുന്ന ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളിത് ഒരു തവണ മൂവ് ചെയ്യും, 2 തവണ മൂവ് ചെയ്യും, അതിനുശേഷം മൂവ് ചെയ്യും. ശരിക്കും മുച്ചിട്ടെന്നൊക്കെ പറയുന്ന ഗെയിമിനായിട്ട് വളരെ സിമിലർ ആണ്. അപ്പം ഇവിടെ ഒരു 10 രൂപ വെച്ച് അതിനകത്ത് കപ്പ് ഉണ്ടെങ്കിൽ 20 രൂപ കിട്ടും. സിമ്പിൾ ഗെയിം. അപ്പം ആൾക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ മെജീഷ്യൻസ് കുറച്ച് ചെറിയ പൊയ്ക്കടിയൊക്കെ ഇടും. കാര്യം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാറ്റണമല്ലോ. ഏത് കപ്പിനകത്താ ബോൾ ഇരിക്കുന്നത് ബി നമുക്ക് അറിയാമല്ലോ. ജസ്റ്റ് സമയം എത്ര ഈ റിംഗ് ഉള്ളതല്ലേ, ഓക്കെ റിംഗ് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ആ ടൈമിലാണ് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് അറിയാം ഇതിപ്പോൾ ഏത് കപ്പിനകത്താ ബോൾ ഇരിക്കുന്നത്. എ കപ്പ് ഉണ്ട്, ബി കപ്പ് ഉണ്ട്, സി കപ്പ് ഉണ്ട്. സിമ്പിൾ ആണല്ലോ. വലിയ കഥയില്ല. ഇതിപ്പോൾ ആര് തൊട്ടാലും ജയിക്കും കേട്ടോ. ഞാൻ ഈ ട്രിക്ക് ആദ്യം കാണുന്ന സമയത്ത് ഒരു വലിയൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ലൈക്ക് നല്ല താടി, വെള്ള താടിയൊക്കെ ഉള്ള ജമ്മു സാർ എന്ന പേര്. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര സീനാണ്. നമുക്ക് ഇരിക്കുന്ന ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളിക്കാരെ ബോൾ ഇങ്ങനെ പതുക്കെ എടുക്കും, ഇങ്ങനെ ആക്കുമ്പോൾ പോകും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. കാര്യം കുറേ നേരം പറ്റിച്ചുകൊണ്ടെന്ന് ആർക്കാണ് ദേഷ്യം വരാത്തത്. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഇരിക്കുന്ന അടുത്ത ബോൾ എടുക്കുക. ഇരിക്കുന്ന ബോൾ പുള്ളിക്കാരൻ ഇത്ര ചെയ്യുള്ളൂ. ഇത് എങ്ങോട്ട് പോകുന്ന എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഈ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിക്കാരെ ഇത് എവിടെ കൊണ്ടുപോലും എനിക്ക് വലിയ കഥയുള്ള കാര്യമല്ല. ഡൗട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാൻ കേട്ടത്. എനിക്കറിയാം ഇത് കൺഫ്യൂസ്. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ട്രിക്ക് കാണുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് വേണമല്ലോ. എനിക്കറിയാം മനുഷ്യൻ. ചുരുക്കം പറഞ്ഞാൽ ഞാനിത് ആദ്യം കണ്ടപ്പം എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് രജിസ്റ്റർ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. കാര്യം ബോൾ അവിടെ പോകുന്നു, ഇപ്പുറത്ത് തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഇതൊന്ന് കുറച്ച് പതുക്കെ ചെയ്യും, നമുക്കൊന്ന് ആലോചിക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ നമുക്കിവിടെ ഒരു കപ്പിനകത്ത് ബോൾ 2 കൈ കാണിക്കും. ഇപ്പൊ നമുക്ക് സ്ലീവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല, നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഒരു കാര്യം, നമുക്കിവിടെ എ കപ്പ് ഉണ്ട്, ബി കപ്പ് ഉണ്ട്, സി കപ്പ് ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു കപ്പ് സെലക്ട് ചെയ്യാമോ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതല്ലേ? ഓക്കെ, നമുക്കിനി 2 ബാക്കിയുള്ളൂ. ഏതാ വേണ്ടത്? ബി. ഓക്കെ, വേണമെങ്കിൽ മാറ്റാം, വേണമെങ്കിൽ മാറ്റണ്ട. ബി മതിയല്ലോ. ഓക്കെ, ഇറ്റ്സ് റിയലി സിമ്പിൾ. ഇക്ക എന്ന് പറഞ്ഞ സി അല്ലേ പറഞ്ഞത്? നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ആ പച്ച ബോൾ ഇൻവിസിബിൾ ആവും. എനിക്ക് ആ ബോൾ ഇങ്ങനെ പതുക്കെ എടുക്കും. ബോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല, ഇതാ നോക്കിയോ. ഇവിടുന്ന് ബോൾ ചാടി നേരെ ഇപ്പുറത്തോട്ട് വരും. എന്റെ ബോളൊക്കെ എടുത്തില്ലേ. സോ നമുക്കിവിടെ ആകെ 2 ബോൾ 3 കപ്പ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം, ഇരിക്കുന്ന 2 ബോൾ മാറ്റി വെക്കാം. ഇതിന്റെ സീക്രട്ട് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ അത്ര വലിയ ഹോൾ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ, ഞാൻ ഈ ഹോളിന്റെ കാര്യമാണ് പറഞ്ഞത്. കൂടുതൽ ആലോചിക്കുകയാണല്ലോ. നമുക്കിവിടെ ആകെ 2 കപ്പ് മാത്രമല്ല. ഇതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന കപ്പ് ഇതിന്റെ അകത്തൂടെ പോകും. മനസ്സിലായോ? സോ നമുക്ക് ഇവിടെ ആകെ 2 ബോളുണ്ട്. എന്റെ മുകളിലാകെ ഒറ്റ ബോൾ. വാച്ച് ഇറ്റ് വെരി ക്ലോസ്. ഞാൻ ക്ലാപ്പ് ചെയ്യില്ല, ഞാൻ ക്ലാപ്പ് ചെയ്യില്ല. എനിക്കറിയാം ഇതിന്റെ പ്രശ്നം എന്ന കാര്യം. ഒന്ന് നമുക്കിവിടെ 3 കപ്പുണ്ട്, പിന്നെ നമുക്കിവിടെ 3 ബോളുണ്ട്. ഇതിനിടയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റ് അലയ്ക്കുന്നുണ്ട്. ഇതൊന്നും പോരാതെ നിങ്ങൾക്ക് ആകെ 2 കന്നേ ഉള്ളൂ. അപ്പൊ ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന ഒറ്റ ബോൾ മാത്രം ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളിപ്പം വീട്ടിൽ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ മെത്തേഡ്. ഒരു തവണ മൂവ് ചെയ്യുക, എന്നിട്ട് ഇപ്പം കയ്യിൽ വാച്ച് കെട്ടിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, വാച്ചിലോട്ട് നോക്കാൻ പറയാം. അപ്പം ആ ഒരു അങ്ങനെ ആൾക്കാർ വരും. സോ വാച്ചിലോട്ട് നോക്കാൻ പറയാം. ആ നോക്കുന്ന പോയിന്റിൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. ഇതിനാണ് മിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ശരിക്കും അതൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഇട്ട ബോളൊക്കെ ഇപ്പം തിരിച്ചു വന്നെന്ന് അത് എനിക്ക് തൽക്കാലം എനിക്ക് അറിയില്ല. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ബോൾ പോക്കറ്റ് വെച്ചതല്ലായിരുന്നു. നമുക്കൊരു കാര്യം, നമുക്ക് അതുകൊണ്ട് അതൊക്കെ വയ്ക്കാം. ഈ മധ്യത്തെ കപ്പിനകത്ത് എത്ര ബോളുണ്ട്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി. 3. ഇല്ല, നോക്കി പറഞ്ഞാൽ മതി എത്ര ഉണ്ടെന്ന്. 2. അതും തെറ്റി കേട്ടോ. എന്താ അവസ്ഥയാണ്? ഇനി നീ ഇത് ചെയ്താൽ മൊബൈലിൽ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. 1, 2 and 3. ഇതോടെ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യും. പറ്റില്ല. കാര്യം നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ടല്ലേ നിന്നുണ്ട്. അപ്പം ഓരോ തവണ എല്ലാ സാധനങ്ങളും വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ്. അടുത്ത സെക്കൻഡിൽ ഈ ഇരിക്കുന്ന 3 ബോൾ ആ പോക്കറ്റ് ഇരിക്കുകയാണ്, കാണാമല്ലോ. ഈ 3 ബോൾ തിരിച്ചു വരും. വാച്ച് 1, 2 and 3. വിശ്വാസമുണ്ടോ തിരിച്ചു പോയതായിട്ട്? പോയി കാണുമല്ലോ. ലൈക്ക് അത് കോമൺ ആണല്ലോ. ഞാൻ കുറെ നേരമായിട്ട് ബോൾ ഇവിടെ അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നത്. നമുക്കൊരു കാര്യം, നമുക്ക് ഇതാക്കിയാലോ? താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇനിയും കാണിച്ചേ പറ്റൂ. നിങ്ങളെ പ്രസന്റേഷൻ ആണ് കലക്കി അതിനിടയിൽ കൂടെ നോക്കിയെന്നുള്ളൂ. അത് ഓറഞ്ചിനൊക്കെ മണപ്പിച്ച് നോക്കിയേ. നല്ല ഗെയിമല്ല. അല്ല, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, ഒന്നും പറയാനില്ല. എന്നാ ഒരു കാര്യം ചോദിച്ചാലും ഈ മാജിക്കിന്റെ കൂടെ ഞാൻ ഒരു മജീഷ്യനായാലും ഇവിടെ വന്നിട്ട് ഒരു മിനിറ്റ് ഇത് ചെയ്തല്ലേ? അല്ലെന്നേ, കണ്ടോ? എല്ലാരും കണ്ടല്ലോ? കണ്ടോ? ഇത് തൊട്ടില്ലല്ലേ? ഈ ഗ്ലാസ് തൊടാതെ ആ ഓറഞ്ച് എടുക്കാൻ പറ്റുമോ?
വളരെ മിണ്ടരുതായിരുന്നു പറ്റുമോ? അല്ല അതേലൊന്നുള്ള വലിയ അല്ലെന്നേ. ഞാൻ എടുക്കട്ടെ? അല്ലേ ഇത് മാറ്റി വയ്ക്ക്. പിന്നെ ഇതാന്ന് പറയും, ഇതിനകത്ത് കിട്ടും. ജാഫ്രിക്ക ഇനി അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ 3 പേരും അഭിപ്രായം ഇനി എന്താ നിങ്ങൾക്ക് ബാക്കി പറയാനുള്ളത്? അല്ല ഇത് അഭിപ്രായം പറയാനില്ല കേട്ടോ. ഇതൊരു വല്ലാത്ത ഒരു ദൈവത്തിന്റെ അനുഗ്രഹം. ഇത്ര കൈ സ്പീഡ്, കൈ സ്പീഡാണ്, കൈയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്തുതിച്ചു കേട്ടോ. നന്നായി ടൈമിംഗ് എന്ന് പറയുന്നത് പിന്നെ അയ്യോ. സാധ്യമാണ്. അതിപ്പോ ജാഫ്രിക്ക ചെയ്തപ്പോൾ പോലും ആ ടൈമിംഗ് ഗംഭീരമായിരുന്നു. നമ്മുടെ ടൈമിങ് ഭയങ്കരമല്ലായിരുന്നു. തമാശ പറഞ്ഞതല്ല, ആ timing എന്ന് പറയുന്നത്. അല്ല ആ പൊത്തിനാണ് എനി നോക്കിയെന്ന് പറഞ്ഞപ്പോ എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ സൂപ്പർ ടൈമിംഗ്.